ഞാൻ നിങ്ങളെ മുന്നിൽ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നത് ഇത് ശരത്തിനെ ഞങ്ങൾക്ക് ആർക്കും അറിയണ്ടാവില്ല. കാരണം ശരത്ത് ഇപ്പോൾ ഒരു 6 കൊല്ലമായില്ലേ 8 കൊല്ലമായിട്ട് സൗദിയിലാണ്. കാരണം ഇവിടെ നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ലെവൻസിൻ്റെ ഗ്രൗണ്ടിൽ എത്ര മീറ്റർ ഉണ്ടാകുക? 120 മീറ്റർ ഉണ്ടാവും. ആ ലെവൻസിൻ്റെ ഗ്രൗണ്ടിൽ ഔട്ട് വെച്ചടിച്ചിട്ട് ആ തലക്കത്തെ പോസ്റ്റൊക്കെ എത്തിക്കണ ഞാൻ കണ്ട ആദ്യത്തെ ആളാണ് ശരത്ത്. ഞാൻ അന്ന് ഞെട്ടിപ്പോയി. കാരണം ശരത്ത് നന്നായി കളിച്ചിരുന്നു, അടിപൊളി സ്റ്റോപ്പർ ബാക്കായിരുന്നു. നിങ്ങൾക്ക് ഇവിടുന്ന് അവിടെ സെൻറ്റർ വരെ അടിച്ചാൽ എത്തൂല. അങ്ങനത്തെ ആളെ അങ്ങനത്തെ ആളല്ലേ ശരത്ത്. കാരണം അടിക്കണ ബോൾ മുഴുവൻ നല്ല സ്റ്റോപ്പർ ബാക്കായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പിൽ കിട്ടിയിട്ട് പോയില്ല. അത് എന്താ പറയുക, കിട്ടൂല എന്ന് വിചാരിച്ചതിന് മുന്നേ പോയിട്ട് കിട്ടൂല എന്ന് വിചാരിച്ച് പോവാതിരുന്ന നന്നായി കളിച്ചിരുന്നു. ഈ ഗ്രൗണ്ടിൽ കളിച്ച് വളർന്നതാണ്. ഞങ്ങളെ കൂടെ കളിച്ചിരുന്നു ഇഷ്ടംപോലെ ടൂർണമെൻറ്റ്. ഇതിൽ അഖിലേന്ത്യ മുഴുവൻ ബോളടിച്ച് പൊട്ടിച്ചിരുന്നു ശരത്ത്. അങ്ങനത്തെ അടി അടിച്ചിരുന്നു. പക്ഷെ എന്താ പറയുക, നമ്മളെ കുടുംബത്തിലെ അവസ്ഥ കാരണം മറ്റേ വൈകുന്നേരം 4 മണി വരെ ആശാരി പണിക്ക് പോവുക, അത് കഴിഞ്ഞിട്ട് കളിക്കാൻ വരിക, അങ്ങനെയാണ് ജീവിച്ചിരുന്നത്. പിന്നെ അതിൽ നമുക്ക് കല്യാണമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളെ സാമ്പത്തികമായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റില്ല നമ്മളെ കുടുംബം. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടിൽ ആ കളി എന്നുള്ള ആ സ്വപ്നം ഉപേക്ഷിച്ചിട്ട് പണിക്ക് പോയതാണ്. ഇതേപോലെ നിങ്ങളെ പോലെ ചെറുപ്പത്തിൽ നന്നായി കളിക്കാരനാവണമെന്ന് വിചാരിച്ച് വന്നിട്ട് ചില സാഹചര്യങ്ങൾ കൊണ്ട് അല്ലാതായി മാറിയതാണ്. അപ്പോൾ എല്ലാവരും നന്നായി ഫോക്കസ് ചെയ്യുക. അപ്പോൾ ശരത്ത് നിങ്ങളോട് ശരത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് 2 കാര്യങ്ങൾ പറഞ്ഞുതരും. ഓക്കെ, റെഡി? അല്ല, അനുഭവത്തിൽ നിന്ന് പറയാനൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്കിപ്പോൾ നല്ല ക്യാമ്പുണ്ട്, കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എത്രയില്ല? 6, 7, 5. ഞാനൊക്കെ കളി തുടങ്ങിയത് 10ാം ക്ലാസ്സിനാണ്. നമുക്ക് ശരിക്കും നമ്മളെ ഒരു ബുദ്ധി ഉറക്കുന്ന ഒരു സമയം 10 വയസ്സാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കളി പഠിക്കണം. നമ്മൾ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ ഞാൻ 15 വയസ്സൊക്കെ ആയിരുന്നു. അതുകൊണ്ടൊന്നും നമ്മൾ എവിടെ എത്തില്ല. ഒന്നാമത് നമ്മൾ ആൾറെഡി നമ്മളെ മൈൻഡിലൊന്നും നമ്മൾ സെറ്റായി ഉണ്ടാവും. 10 വയസ്സിനുള്ളിൽ നമ്മൾ എന്തു പഠിക്കണോ അതാണ് ജീവിതം. എത്ര വയസ്സായാലും അതുവരെ നമ്മൾ ചെയ്യാൻ പോണ കാര്യങ്ങൾ. ഇപ്പോൾ അതാണ്ട നല്ല ക്യാമ്പ് കാര്യങ്ങൾ. മുന്നേ ഇവിടെ ക്യാമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ വയസ്സിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ക്യാമ്പ് തന്നെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് അതാ കോച്ചുണ്ട്, ജേഴ്സി ഉണ്ട്, ഫുൾ ആൾക്കാരുണ്ട്. അവസരങ്ങൾ കിട്ടുമ്പോൾ അത് മുതലാക്കുക. ഇപ്പോൾ ക്യാമ്പും കാര്യങ്ങളും വിട്ട് കഴിഞ്ഞാലും ഈ ഒരു ടച്ചോ കാര്യങ്ങളോ വിടരുത്. അപ്പോൾ ഇത് താല്പര്യം കൊണ്ട് വരുന്നതാണല്ലോ. അപ്പോൾ ഇവിടെ വരുന്ന 2 മണിക്കൂർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറന്ന് ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. അവസരങ്ങൾ കിട്ടുന്നത് മുതലാക്കുക. ഇപ്പോൾ 1 കിട്ടിയില്ല, 2 കിട്ടിയില്ല, 3 കിട്ടിയില്ല, 4ാമതും കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കും. ഉബൈദ് പറഞ്ഞ പോലെ 4ാമത്തെ കൊല്ലം യൂണിവേഴ്സിറ്റി ക്യാമ്പ് കിട്ടിയതാണ്. ആൾറെഡി 3 കൊല്ലം ഓരോ മാസത്തെ ക്യാമ്പിനും പോയി. അത് കളഞ്ഞിട്ടാണ് 4ാമത്തെ കൊല്ലം വിളിച്ചപ്പോൾ പിന്നെ ഞാൻ പോയില്ല. കിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അക്കൊല്ലം കിട്ടിയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ സമയമാണ്. ട്രൈ ചെയ്യുക. അവസരങ്ങൾ ഒരിക്കലും നമ്മളെ തേടി വരില്ല, നമ്മൾ അവസരങ്ങൾ തേടിയെത്തണം. ഓക്കെ, ഇത്രേ പറയുള്ളൂ. എല്ലാവരും നന്നായി കളിക്കുക, പരിക്കില്ലാണ്ട്. നല്ല സ്വഭാവം ആദ്യം വേണ്ടതാണ്. സ്വഭാവം, ഡിസിപ്ലിൻ, നീറ്റ്, അതേപോലെ ആരെ കണ്ടാലും വലിപ്പച്ചെറുപ്പില്ലാണ്ട് പെരുമാറുക. അപ്പം തന്നെ നമ്മൾ കുറേ നന്നാവും. അപ്പോൾ നിങ്ങളാരും മോശമല്ല എന്നാണ് പറയുന്നത്. മുന്നോട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു പറയും. ഓ, അതിൻ്റെ നാശമല്ല. താങ്ക് യു. തളർത്തി അവിടെ കൊണ്ടുവരാം, വീട്ടിൽ കൊണ്ടുവരാം.